തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ വീണ്ടും കോൺഗ്രസ് ബി.ജെ.പി. സഖ്യം നിലവിൽ വന്നു. കോൺഗ്രസിന്റെ മിനിമോൾ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് അംഗം മിനിമോൾ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇവിടെ LDF-ന് 10, UDF-ന് 8, NDA 4, വിമതർ, അതായത് കോൺഗ്രസ് വിമതർ 2 പേര് എന്നിങ്ങനെയായിരുന്നു കക്ഷി നില. അതിൽ 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഇന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് 2 കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നു. ഒരു വിമതൻ LDF-നെ പിന്തുണച്ചു. ബി.ജെ.പി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ, അതായത് UDF സ്ഥാനാർത്ഥിയായ മിനിമോളെ പിന്തുണച്ചതോടെ LDF-നും കോൺഗ്രസിനും വോട്ട് 11-11, അതായത് തുല്യ നിലയിലായി. അതിനുശേഷം നറുക്കെടുപ്പ് നടന്നു. ആ നറുക്കെടുപ്പിലാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. മിനിമോൾ വൈസ് പ്രസിഡന്റ് ആയത്. നേരത്തെ ഈ പഞ്ചായത്തിൽ ബി.ജെ.പിയുടെ വോട്ട് നേടി ജയിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന നൂർജഹാൻ നവാസ്, അവർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ചിരുന്നു. 24 അംഗങ്ങളാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ ഉള്ളത്. അതിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി LDF ആണ്. 10 സീറ്റ്. LDF-ന് 10, കക്ഷി നില നേരത്തെ പറഞ്ഞതുപോലെ LDF-ന് 10, UDF-ന് 8, 2 കോൺഗ്രസ് വിമതന്മാരും 4 ബി.ജെ.പി. അങ്ങനെയാണ് കക്ഷി നില. ഇവിടെ രസകരം അതല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് വിമതനായിരുന്നു. ആ കോൺഗ്രസ് വിമതനെ പിന്തുണച്ചത് ബി.ജെ.പിയാണ്. അതിന് കാരണവുമുണ്ട്. അവിടുത്തെ കോൺഗ്രസ് മെമ്പർമാരെല്ലാം ബി.ജെ.പിയിൽ ചേർന്നുവെന്നും ബി.ജെ.പി. അവരെല്ലാം എടുത്തുവെന്നും ഒക്കെ നേരത്തെ പ്രചാരണം ഉണ്ടായിരുന്നു. വിലക്കെടുത്തോ വിലയ്ക്ക് വാങ്ങിച്ചോ ഇല്ലയോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ അവിടെ ബി.ജെ.പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് വിമതൻ ജയിച്ചത്. അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് അന്ന് വഴിവെച്ചത്. ആകെ നാണക്കേടായ കോൺഗ്രസ് നേതൃത്വം, ജില്ലാ നേതൃത്വം അവർക്കെതിരെ നടപടിയെടുക്കാൻ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കൊടുത്ത് അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ നടപടിയെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ അന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അതിലെ പ്രസിഡന്റ് വിമതനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്നു. ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആണ് നൂർജഹാൻ നവാസ്. അവർ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അങ്ങനെ രാജിവെച്ചത് കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വന്നത്. ആ ഇലക്ഷനിൽ വീണ്ടും സംഭവിച്ചത് കോൺഗ്രസ് ബി.ജെ.പി. സഖ്യം വീണ്ടും രൂപപ്പെട്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 2 കോൺഗ്രസ് മെമ്പർമാർ അതിൽ പങ്കെടുത്തില്ല. അവർ മാറി നിന്നു, അവർ വിട്ടുനിന്നു. ബാക്കി ഉള്ളവരെല്ലാം പങ്കെടുത്തു. മാത്രമല്ല 2 വിമതന്മാരിൽ, സ്വതന്ത്ര വിമതന്മാരിൽ ഒരാൾ ഇടതുമുന്നണിയെ പിന്തുണച്ചു. അങ്ങനെയാണ് നറുക്കെടുപ്പ് വെക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇടതുമുന്നണിക്ക് നേരത്തെ 10 ഉണ്ടായിരുന്നു, ഒരു വിമതനോട് കൂടി 11. മറ്റവരിൽ ബാക്കിയുള്ള 13 പേരിൽ 2 കോൺഗ്രസ് മെമ്പർമാർ വിട്ടുനിന്നു. അതിൽ ബാക്കി 11 പേരായി. ബി.ജെ.പിയും ബാക്കി കോൺഗ്രസ് അംഗങ്ങളോട് ചേർന്ന് 11 പേരായി. അങ്ങനെയാണ് തുല്യം വന്ന് നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നത്. അപ്പൊ നറുക്കിട്ടപ്പോൾ ബി.ജെ.പി. കോൺഗ്രസ് സഖ്യത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടി. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ നാണക്കേടാണ് വരുത്തി വെച്ചത്. ആദ്യം മുതലേ ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസിന് നേതാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത നാണക്കേടായിരുന്നു. എന്ത് ചെയ്യാം, ഓരോരോ സമയത്ത് ഇതുപോലുള്ള കുറെ അനാവശ്യമായ, അവിടെ പറഞ്ഞു കേട്ടത് അവിടെ കോൺഗ്രസിൽ തന്നെ
വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി പലർക്കും സീറ്റ് കൊടുക്കാതെയും പലരും വിമതരായി മത്സരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പഞ്ചായത്താണത്. ഒരുപാട് പാർട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പഞ്ചായത്താണ് മറ്റത്തൂർ പഞ്ചായത്ത്, കോൺഗ്രസ് പാർട്ടിയിൽ. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെങ്കിൽ മാത്രമേ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് മുന്നേറണമെങ്കിൽ ആ പാർട്ടിയിലെ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീരണം. അതിനുള്ള ശ്രമത്തിലാണ് മുതിർന്ന നേതാക്കൾ. അതിനിടയിലാണ് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നതും BJP വീണ്ടും പിന്തുണച്ചതും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന്.